പ്രിയ സഹോദരങ്ങളെ, ഞാൻ വീണ്ടും നിങ്ങളുടെ മുൻപിൽ വരികയാണ്. അതായത് ഞാൻ വലിയ ആത്മീയനൊന്നുമല്ല, വലിയ ബൈബിൾ പണ്ഡിതനൊന്നും അല്ല എന്ന് നിങ്ങൾക്കറിയാം. എന്നാലും ചില കാര്യങ്ങൾ കാണുമ്പോൾ ചോദിക്കാനും പറയാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാനും ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ന് ഓട്ടോ സഭയിലെ പുരോഹിത വർഗം, അതായത് മെത്രാനോ കാതോലിക്കായോ പുരോഹിതനോ ആരായാലും ഇതിന് ഉത്തരം തരുന്നെങ്കിൽ ഞാൻ മനസ്സിലാക്കാം എന്താണ് ധൂപം കാട്ടുക എന്ന് പറഞ്ഞാൽ. ഇത് നമ്മൾ കാണുന്ന ഒരു പ്രഹസനമാണ്. എവിടെ നോക്കിയാലും ശവക്കല്ലറയിലും കാട്ടിൽ നടുവിൽ നിൽക്കുന്ന കൊടിമരത്തിൻ്റെ ചുവട്ടിലുമൊക്കെ ധൂപം കാട്ടുന്നു. അത് ഈ ധൂപം കാട്ടുന്നത് ബൈബിൾ പറഞ്ഞിട്ടുണ്ടോ? ബൈബിളിൽ എവിടെയൊക്കെയാണ് ധൂപം കാട്ടുന്നതെന്ന് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ഞാൻ പറയാം, ധൂപം കാട്ടുക എന്ന് പറഞ്ഞാൽ അത് എവിടെയൊക്കെയാണെന്നുള്ള ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ഞാൻ വായിക്കാം. ഊസിയ രാജാവ്, എന്നാൽ അവൻ ബലവാനായപ്പോൾ അവൻ്റെ ഹൃദയം അവൻ്റെ നാശത്തിനായി നിഗളിച്ചു. അവൻ തൻ്റെ ദൈവമായ യഹോവയോട് പാപം ചെയ്തു. അവൻ ധൂപപീഠത്തിന്മേൽ ധൂപം കാട്ടുവാൻ യഹോവയുടെ ആലയത്തിലേക്ക് കടന്നു ചെന്നു. അസര്യ പുരോഹിതനും അവനോടുകൂടെ ധൈര്യശാലികളായ യഹോവയുടെ 80 പുരോഹിതന്മാരും അവൻ്റെ പിന്നാലെ അകത്തിയെന്നു. ഊസിയ രാജാവിനെ തടുത്തുകൊണ്ട് അവനോട്, ഊസിയ രാജാവെ, യഹോവയ്ക്ക് ധൂപം കാട്ടുന്നത് നിനക്ക് വിഹിതമല്ല. ധൂപം കാട്ടുവാൻ വിശുദ്ധീകരിക്കപ്പെട്ട അഹരോന്യരായ പുരോഹിതന്മാരത്രേ അത് ചെയ്യേണ്ടത്. വിശുദ്ധ മന്ദിരത്തിൽ നിന്നും പൊയ്ക്കൊള്ളുക. ലംഘനമാവുന്നു ചെയ്തിരിക്കുന്നത്. അത് നിൻ്റെ ദൈവമായുടെ മുമ്പാകെ നിനക്ക് മാനമായിരിക്കുകയില്ല എന്ന് പറഞ്ഞു. ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചുകൊണ്ട് ഊഷ്യ കോപിച്ചു. എവിടെയാ ഊഷ്യ രാജാവ് ധൂപം കാട്ടുവാൻ ധൂപപീഠത്തിൽ? അതെവിടെയാ ധൂപപീഠം? യഹോവയുടെ ആലയത്തിൽ. ഇനിയും ധൂപം കാട്ടുന്നതിനെ കുറിച്ച് രണ്ടാമത് ലൂക്കോസ് 1:5 യഹൂദ്യ രാജാവ് ഹെരോദാവിൻ്റെ കാലത്ത് അബിയാവിൻ്റെ ഗണത്തിൽ സക്കരാവ് എന്നു പേരുള്ള ഒരു പുരോഹിതനുണ്ടായിരുന്നു. അവൻ്റെ ഭാര്യ അഹരോൻ്റെ പുത്രന്മാരിൽ ഒരുവളായിരുന്നു. അവൾക്ക് എലിസബത്ത് എന്നു പേരായിരുന്നു. ഇരുവരും ദൈവസന്നിധി നീതിയുള്ളവരും യഹോവയുടെ സകല കൽപ്പനകളിലും അനുശാസനങ്ങളിലും കുറ്റമില്ലാത്തവരുമായിരുന്നു നടക്കുന്നവരുമായിരുന്നു. എലിസബത്ത് വന്ധ്യയായതുകൊണ്ട് അവൾക്ക് സന്തതിയില്ലായിരുന്നു. ഇരുവരും വയോവൃദ്ധരുമായിരുന്നു. അവൻ തൻ്റെ ഗണത്തിൻ്റെ ക്രമമനുസരിച്ച് ദൈവസന്നിധിയിൽ പുരോഹിതനായ ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ പൗരോഹിത്യ മര്യാദ പ്രകാരം യഹോവയുടെ ആലയത്തിൽ ചെന്ന് ധൂപം കാട്ടുവാൻ അവന് ചീട്ട് വീണു. ധൂപം കാട്ടുന്ന സമയത്ത് ജനസമൂഹമൊക്കെയും പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ യഹോവയുടെ ദൂതൻ ധൂപപീഠത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നവനായി അവൻ പ്രത്യക്ഷനായി. സെക്കറിയ അവനെ കണ്ട് പരിഭ്രമിച്ചു. അപ്പോൾ എവിടെയാണ് ധൂപം കാട്ടേണ്ടത്? കാണുന്ന വീടുകളിലെ കക്കൂസിലും കുളിമുറിയിലും അടുക്കളയിലും ശവക്കല്ലറയിലുമാണോ? നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ വയറ്റിപ്പഴപ്പിൽ നിങ്ങൾ കാണുന്നതൊക്കെ ചെയ്യുന്നു. നിങ്ങൾ ധൂപം കാട്ടേണ്ടത്, ധൂപക്കുറ്റി എവിടെ ഉപയോഗിക്കേണ്ടത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അല്ല എങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞത് എനിക്ക് അറിയിട്ടില്ല, നിങ്ങൾക്ക് കാണുന്നതൊക്കെ എല്ലാം ഉപയോഗിക്കുക. അത് ഇന്ന് പുരോഹിതന്മാർക്ക് ഓരോന്നും ഓരോ കാലത്തും പുതിയ പുതിയ കൽപ്പനകൾ ഇറക്കി ഓരോന്ന് വരുത്തുന്നുണ്ട്. ധൂപം കാട്ടുന്ന ദേവാലയത്തിലാണ്, അല്ലാതെ ശവക്കല്ലറയിലും കാണുന്ന കാട്ടിലും മേച്ചിൽപ്പുറത്തുമല്ല. നിങ്ങളുടെ വരുമാന മാർഗം വിശ്വാസികളെ വിദ്യകളാക്കുവാനായിട്ട് ഒരു ഭരണം വീട്ടിലുണ്ട്. ഞാൻ ചോദിക്കുന്നത്,
ഈ ഒരു ഭരണവീട്ടിൽ തന്നെ നിങ്ങൾ ധൂപം നടത്തുന്നതിൻ്റെ ആവശ്യം എന്താ? നിങ്ങൾ പഴയ മിത്രമാണ്, പുതിയ മിത്രമാണെങ്കിലും എവിടെ ഏത് യേശു മരിച്ചപ്പോഴും അവിടെ ധൂപക്കുറ്റിയില്ല. എന്തിന്? നമ്മുടെ യോഹന്നാൻ സ്നാപകൻ അവന് മരിച്ച് അവൻ്റെ തല അറുത്തെടുത്തു. അവിടെ അവനെ കുറിച്ചിരുന്ന ഒരു 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 പുരോഹിതൻ ധൂപക്കുറ്റി വീശിയില്ല. എന്തിന്? സ്തെഫാനോസിനെ കല്ലെറിഞ്ഞ് കൊന്നിട്ട് അവിടെയും ഏതെങ്കിലും ഒരു സ്തെഫാനോസ് ആദ്യത്തെ രക്തസാക്ഷിയ, അവിടെ പോലും ഒരു പുരോഹിതൻ ധൂപക്കുറ്റി വീശി. അവിടെ നിന്നും ധൂപക്കുറ്റി ദേവാലയത്തിൽ അർപ്പിക്കുന്ന ധൂപം ആണ്. അല്ലാതെ നിങ്ങൾക്ക് തോന്നുന്ന പോലെ കൈ ചുറ്റി പിടിച്ച് അത് കുറച്ച് ചെട്ടക്കരി ഇട്ട് കുറച്ച് കുതിരൊക്കെ വാരി ഇട്ടിട്ട് വന്ന് എവിടെയെങ്കിലും ധൂപം കാണിച്ച് കൈമണക്ക് മേടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഉപകരണമല്ല ധൂപക്കുറ്റി. ധൂപം കാട്ടുന്നത് ഇവിടെ ആണെന്ന് നിങ്ങൾക്കറിയാമോ? അല്ല. ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ പുരോഹിത വർഗമേ നിങ്ങളെനിക്ക് പറഞ്ഞതാ ധൂപക്കുറ്റി കാണുന്നിടത്തെല്ലാം കാണിക്കാമെന്ന്. ഇനിയും ഞാൻ പറഞ്ഞുതരാം. ഇന്നത്തെ പേപ്പറിൽ കണ്ടൊരു ദേവാലയത്തിൻ്റെ ഒരു ഓർത്തഡോക്സ് സഭയുടെ കുരിശും തൊട്ടിയാണ്. കഴിഞ്ഞ മാസവും കുത്തിപ്പൊളിച്ചു എന്ന് പറയുന്നു, ഈ മാസം കുത്തിപ്പൊളിച്ചു. അപ്പോൾ ട്രസ്റ്റ് പറഞ്ഞു ഈ 2000 രൂപ എങ്കിലും പോയിട്ടുണ്ടെന്ന്. എന്നിട്ട് അവർ പോലീസിനെ വിളിച്ചു. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ കുരിശും തൊട്ടിയൊക്കെ വെക്കുന്നത് പണം ഉണ്ടാക്കാനല്ലേ, അല്ലാതെ വേറൊന്നിനും അല്ലല്ലോ. അവിടെ എന്തുവാ നിങ്ങൾ ചെയ്യുന്നത്? അവിടെ കുരിശും തൊട്ടി സ്ഥാപിച്ച് പിതാക്കന്മാരെ ഇന്ത്യയിലെ പരമ്പര തിരുവനി പോലും ജീവിതത്തിൽ ഒരു മനുഷ്യൻ്റെ മുന്നേ കഴിഞ്ഞിട്ടേണ്ടി വന്നിട്ടില്ല. ആ തിരുമേനിയുടെ ഫോട്ടോ പോലും വെച്ചിട്ട് മുന്നേ പിച്ചപാത്രം വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഇത് ഞാൻ പല പ്രാവശ്യം ലൈവിൽ പറഞ്ഞിട്ടുള്ളതാണ്. നിനക്കൊക്കെ നിൻ്റെയൊക്കെ നാശം അടുത്ത് വന്നിരിക്കുന്നു. അവിടെ കുരിശും തൊട്ട് അവിടെ ഭണ്ഡാരം പൊട്ടിച്ച് 2000 രൂപ ഇപ്പം കൊണ്ടുപോയി. ഇതിന് മുമ്പും ഒരു മാസം ഉണ്ടായെന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങൾ അത് പോലീസിൽ അടച്ചു, പോലീസ് വന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് വയ്ക്കട്ടെ, സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ഈ കഴിഞ്ഞ കാതോലിക്ക ജലപ്പിരിവ് കവറിൽ നിന്ന് 58,000 രൂപ പോയി. ഏതെങ്കിലും ഈ വികാരി അറിയാതെ വികാരി അത് ഒതുക്കി, വികാരിയോ ട്രസ്റ്റിയോ സെക്രട്ടറിയോ അല്ലെങ്കിൽ ക്ലർക്കോ വാച്ച്മാനോ നിങ്ങൾ ആരെങ്കിലും അതിൻ്റെ ഉത്തരവാദിത്വം എടുത്തോ? പുറത്തു നിന്ന് വന്ന ഒരാളെ 58,000 രൂപ ഒരു ദിവസം എടുത്തുകൊണ്ട് പോകും. അത് ഒരു കവറിൽ 350 രൂപ എന്ന കവറിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് 200 വെച്ച് 150 അതിനകത്തിട്ട് തിരിച്ചാക്കാനൊക്കെ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കൈകാര്യം ചെയ്തതിന് മനസ്സിലാക്കിയിട്ട് ഇതിന് കാശ് പോയെന്ന് ഈ 58,000 രൂപ വരെ പോയതൊക്കെയും പോയപ്പോഴാണ് നിൻ്റെ മണ്ണാക്കിൽ തോന്നിയത്. എന്നിട്ട് നിങ്ങൾ എന്തിനും പോലീസിൽ അറിയിച്ചില്ല? നിങ്ങൾ പോലീസിൽ അറിയിച്ചില്ല. നിങ്ങൾ എന്നോട് പറഞ്ഞ് ഞാൻ തെളിയിച്ചത് ആരാ കാശ് എടുത്തതെന്ന്. നിങ്ങളെ കള്ള പുരോഹിതൻ, കള്ളൻ വികാരി, അവൻ കള്ളന് കഞ്ഞു വെച്ചവൻ, അവൻ എന്നോട് കള്ളം പറഞ്ഞവനാണ്. ആ കള്ളൻ വികാരി അതിന് കൂട്ടു നിൽക്കുക. എന്തിന്? വല്ല ചോദിക്കുക. നിങ്ങളെ ഈ പൊതുയോഗത്തിൽ പറഞ്ഞു, അവിടെ പൊതുയോഗത്തിൽ കുറേ ഭക്തർ വന്നിരിക്കും, അവർ കേട്ടുകൊണ്ടിരിക്കുകയുള്ളൂ. എന്നാലും പുരോഹിതന്മാരിടത്ത് മറിച്ചിരിക്കുന്ന കുറേ മാന്യ വ്യക്തികളുണ്ട്. കാരണം പുരോഹിതന്മാർ പറയുന്ന അച്ചട്ടായിട്ട് അനുസരിക്കുന്നവർ, അവർ വാസമൊന്നും പറയത്തില്ല പുരോഹിതനെതിരായിട്ട്. അല്ലെങ്കിൽ അവിടെ നടന്ന സംഭവം ഇതെന്തുകൊണ്ട് ഇങ്ങനെ അന്വേഷിച്ചില്ല, ഇന്ന് നോക്കിയോ എന്ന് ചോദിക്കത്തില്ല. പിന്നെ അവിടെ ചോദിക്കുന്ന 1-2 പേരുണ്ട്. അവർ പള്ളിയുടെ പണി ഏറ്റെടുത്ത് നടത്തുന്നവരും അവിടുന്ന് കൈമടക്ക് കിട്ടുന്നവരുമാണ്. ഇവരുടെ കെയർ ഓഫിൽ ഇവരുടെ ചിങ്ങടിയായിട്ട് അവർ ഓരോ ചോദ്യം ചോദിക്കും.
അവിടുന്ന് എന്തെങ്കിലും ഉത്തരം വരുമ്പോൾ അവരും കോയറ്റാവും. എന്തുകൊണ്ട് ഈ വികാരി ചോദിച്ചില്ല? ഈ കാശ് ഒരു ദിവസം കൊണ്ടല്ല 58,000 രൂപ പോയത്. എന്തുകൊണ്ട് ഈ വികാരി അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യില്ല? ട്രസ്റ്റിയോ സെക്രട്ടറിയോ ക്ലർക്കോ ആരായിക്കോട്ടെ, വാച്ച്മാൻ ആയിക്കോട്ടെ, എല്ലാവരെയും വിളിച്ച് ചോദ്യം ചെയ്യണം. ആ വികാരി കള്ളന് കഞ്ഞി വെച്ചവനാണ്. ആ വലിയൊരു എക്സ്ക്യൂസ് കൊടുത്തു. എല്ലാ വർഷവും കാതോലിക്ക ദിനപ്പിരിവ് ആരെങ്കിലും കുറച്ച് തന്നാൽ ആ ബാക്കിയുള്ള കാശ് കുടിശ്ശിക എഴുതി വെക്കും. ഈ വർഷം ആരുടെ എഴുതി വെക്കത്തില്ല, എല്ലാവരുടെയും വായിലടിച്ചു കൊടുത്തു വികാരി. വികാരി ആരാണെന്നറിയാമോ? കള്ളൻ കൊലപാതക കേസിലെ കാതോലിക്കയുടെ ശിങ്കിടിയാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഈ അടുത്ത സമയത്ത് ഒരു ബത്താന് ഒരു മെസ്സേജ് ഇട്ടു. നമ്മുടെ സഭയിലെ സർവീസിൽ നിന്ന് വിരമിച്ച പുരോഹിതന്മാരെയും കൊച്ചന്മാരെയും അന്വേഷിക്കേണ്ട കടമ വിശ്വാസികളുടെ ആണെന്ന്. ഞാൻ ചോദിച്ചോട്ടെ, എത്ര പുരോഹിതന്മാർ കഷ്ടപ്പെടുന്നുണ്ട്? ഞാൻ പറയട്ടെ, ഈ അടുത്ത സമയത്ത് ഒരു പുരോഹിതൻ്റെ മോൻ പഠിച്ച പാസ്സായതിന് 50 ലക്ഷം കൊടുത്തേച്ച് ഒരു കോളേജിൽ ഉടനെ അഡ്മിഷൻ, കോളേജിൽ ഉടനെ ജോലി കയറ്റി. ഒരു പുരോഹിതൻ, ഒരു കാറ്, 2 കാറ്, എന്തെല്ലാം വേണം? ഇതെല്ലാം ഉണ്ടായിട്ട് ഇവനെ ഉണ്ടാക്കാൻ, ഇവൻ്റെ കൊച്ചന്മാരെ ഉണ്ടാക്കാൻ വിശ്വാസികൾ വേണമെന്ന്. നാണമില്ലാത്ത തെറ്റുവാസി മെത്രാന്. ഇവനെയൊക്കെ ചാട്ടവാറെടുത്ത് അന്ന് യെരുശലേം ദേവാലയത്തിൽ ദൈവം അടിച്ച പോലെ ഇന്ന് അടിക്കേണ്ട കാലം അടുത്തിരിക്കുന്നു. ഇവനെയൊക്കെ ആരുമല്ല, ശിക്ഷ വരുന്നുണ്ട് മക്കളെ. നിങ്ങൾ സുഖമായിട്ട് ജീവിക്കുവിൻ. നിങ്ങളിതെല്ലാം കൊണ്ടുവന്ന് അനുഭവിക്കുമെന്ന് വിചാരിക്കേണ്ട പുരോഹിത വർഗമേ. നീയൊക്കെ കുണം പിടിക്കാനല്ല, സൂഹിക്കാനാട്ടെ. കേരളത്തിലല്ല, കേരളത്തിൻ്റെ നാനാഭാഗത്തല്ല, ഡൽഹി വരെ നിങ്ങളെ വിശ്രമ കേന്ദ്രം ഉണ്ടാക്കുന്നു, കാതോലിക്കായ്ക്ക് ഉണ്ടാക്കാനായിട്ട്. നിനക്കൊക്കെ നാണമില്ലല്ലോടാ? വിശ്വാസികളുടെ കാശ് മേടിച്ച് സുഖജീവിതം നയിച്ച് ദൈവത്തിൻ്റെ ശിഷ്യന്മാരെന്ന് പറഞ്ഞ് വിശ്വാസികളുടെ നന്മ നോക്കാതെ, വിശ്വാസികൾ എങ്ങനെ ജീവിക്കുന്നു നോക്കാതെ നീയൊക്കെ സുഖജീവിതം നയിക്കാനായിട്ട് നോക്കുന്നു. നിന്നെയൊക്കെ ദൈവം പിടിക്കും. വിശ്വാസികൾ, വിശ്വാസികളുണ്ട് ഒരുപാട്. ചോദിക്കുന്ന വിദ്യയാണെന്ന് വിചാരിക്കണ്ട. എന്നെ വിദ്യയാക്കാൻ നീയൊന്നും വരണ്ട. നിന്നെയൊക്കെ ഞാൻ കാണും. ഞാൻ ജീവനോടിക്കുന്ന സമയം നിൻ്റെയൊക്കെ അന്ത്യം കാണും എന്താണെന്നുള്ളത്. നീയൊക്കെ മനസ്സിലാക്കിക്കോ.